പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും, നീ തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. കന്യകയായ ഇസ്രായേലെ, ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തും. കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ വായനയിൽ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അങ്ങനെ വീണ്ടും പണിതുയർത്തുന്ന ഒരു കന്യകയെ, ഒരു സ്ത്രീയെ നമ്മൾ കാണും. കർത്താവ് വീണ്ടും തൻ്റെ സ്നേഹം കൊണ്ട് പണിതുയർത്തുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത് സുവിശേഷത്തിലാണ്. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പിന്നാലെ നടന്നതാ ഒരു നായയെ കണക്ക് ഇങ്ങനെ എന്നൊക്കെ ആ വചനത്തിൽ ആ വാക്കുകളൊക്കെ വരുന്നുണ്ട്. ഒരു നായ്ക്കൾക്ക് മക്കൾക്കുള്ള ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല എന്നൊക്കെ കർത്താവ് പറയുമ്പോഴും അവളിങ്ങനെ വിട്ടുപോവാതെ നിൽക്കുന്നൊരു അചഞ്ചലതയുണ്ടല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കർത്താവ് പറയുന്ന കാര്യം അതാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. വിട്ടുപോവാതെ ഇങ്ങനെ നിൽക്കുകയാണ്, വേറൊരിടത്തും പോവാനില്ല, എനിക്ക് നീ മാത്രമേ ആശ്രയമുള്ളൂ, നീ എന്ത് പറഞ്ഞാലും എൻ്റെ വിശ്വാസത്തിലൊരു ഇത്തിരി പോലും കുറവ് വരില്ല, അചഞ്ചലമാണ്. അത്രയും കർത്താവിനോട് വിശ്വസ്തയോടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരാളെ എന്തിനാണ് പരീക്ഷിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ അറിയുള്ളൂ. വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. പക്ഷേ ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ അവളുടെ വിശ്വാസം വിജയിക്കുന്നത് നമ്മൾ കാണും. ആ വിജയത്തിൻ്റെ പ്രതിഫലമായി അവൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടക്കുന്നത് കാണും. ചിലപ്പോൾ ചുറ്റുമുള്ള തൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് കർത്താവ് കൊടുത്തതായിരിക്കാം. എന്താണ് പറഞ്ഞില്ല, എന്താണെന്നറിയില്ല, വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. പക്ഷേ അവൾ കർത്താവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമെന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ തിരിച്ചതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ചെറിയ തലവേദന വരുമ്പോൾ ഇല്ലാതാവുന്ന പ്രാർത്ഥനകൾ, ഒരു മാരേജ് ഫംഗ്ഷൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു യാത്ര വന്നാൽ വേണ്ട എന്ന് വയ്ക്കുന്ന പരിശുദ്ധ കുർബാനകൾ. ഇവിടെ ഈ സ്ത്രീ നമ്മളെ അത്ഭുതപ്പെടുത്തും, നമ്മളെ വെല്ലുവിളിക്കും. ഒരു തവളയുടെ കഥയൊക്കെ പറയുന്നുണ്ട് ആ ഒരു പുസ്തകത്തിൽ, വലിയ പ്രശസ്തമായിട്ടൊരു പുസ്തകത്തിൽ. രാമൻ്റെ അമ്പ് കൊണ്ടിട്ട് വായിൽ തറച്ച് മരിക്കാൻ ചാവാൻ കിടക്കുന്നൊരു തവള. അപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ ഒന്ന് വിളിച്ച് കരയായിരുന്നില്ലേ? ആ സമയത്ത് തവള പറയുന്നുണ്ട്, എന്തെങ്കിലും അപകടം വന്ന രാമാന്ന് വിളിക്കാനാണ് അമ്മ പഠിപ്പിച്ചേക്കണേ. പക്ഷെ ആ രാമൻ തന്നെ എൻ്റെ വായിൽ അമ്പ് കുത്തി കയറ്റിയാൽ ഞാൻ ആരെയാ വിളിക്കണ്ടേ? നിരാശപ്പെട്ട് കിടക്കുന്നൊരു ചെറിയ ജീവിയെ ഈ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം പറയണത്, നായെന്ന് പോലും വിളി കേട്ടിട്ട് മടങ്ങിപ്പോകാതെ അതേ കർത്താവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ആഴമായ വിശ്വാസത്തിൻ്റെ ചിത്രമാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണക്കാണ്. അമ്മ തല്ലും, എന്നിട്ട് അതേ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് വിളിച്ച് കരയും കുഞ്ഞുങ്ങൾ. ഇതേ സാധനമാണ് കാണണേ. ഞാൻ പോവില്ലാന്നേ, എനിക്കൊരിടത്തും പോകാനില്ല. മക്കളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ലല്ലോ എന്ന് കർത്താവ് പറയുമ്പോൾ ശരിയാണ്. പക്ഷേ മക്കളുടെ ഭക്ഷണമേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കൾ തൃപ്തി അടയാറുണ്ടല്ലോ. എനിക്ക് അത് മതി, പക്ഷേ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ നിൻ്റെ അടുത്തൊരു അനുഗ്രഹം. യാക്കോബൊക്കെ മൽപ്പിടുത്തം നടത്തുന്നത് കാണുന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ. അതിലും ശക്തമായ മൽപ്പിടുത്തം ഒരു സ്ത്രീ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. വിടരുതെന്നേ. എത്ര വലിയ പരീക്ഷണങ്ങളുണ്ടായാലും കർത്താവ് കേൾക്കുന്നില്ലെന്ന് തോന്നിയാൽ പോലും വിടരുത്. കാരണം അവനല്ലാതെ വേറൊരു ആശ്രയം ഇല്ല, അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല, അവനല്ലാതെ വേറൊരാൾക്കും എന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റില്ല, അവനിൽ നിന്നല്ലാതെ എനിക്ക് വേറെ സംരക്ഷണം ലഭിക്കില്ല.
മനസ്സിലാക്കുക, വിശ്വസിക്കുക. ആ കർത്താവിൻ്റെ അരുളപ്പാട് ഇങ്ങനെയാണ്: കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും, നീ തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. അങ്ങനെ സൗഖ്യം പ്രാപിച്ച തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നൃത്തച്ചുവടുകളുമായി മടങ്ങുന്ന ആ സ്ത്രീയെ ധ്യാനിച്ചിട്ട് വേണം ഈ ഒരു വചനം ഒന്നുകൂടി ഒന്ന് വായിക്കാനായിട്ട്. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും, നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. കർത്താവ് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. നമ്മെ വീണ്ടും പണിതുയർത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തകർന്നു തുടങ്ങുന്ന നമ്മുടെ സ്വപ്നങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട്, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രാത്രിയിലായിരിക്കുന്നു. വീണ്ടും പണിതുയർത്താനും മാത്രം തകർന്നു തുടങ്ങിയ ജീവിതങ്ങളാണ് ഞങ്ങളുടേത്. എങ്കിലും ഞങ്ങളിതാ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ അങ്ങേ തിരുമുൻപിലായിരിക്കുന്ന ഞങ്ങളെ പണിതുയർത്താൻ മനസ്സാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,